ഔസപിതാവിന്റെ ഡെഡ് തിരുനാൾക്ക് പോയിട്ട് പാവർട്ടിന്ന് ഊട്ട് നേർച്ച വെട്ടി വിഴുങ്ങുക. അതാണ് ടുഡേസ് ടാസ്ക് ഫോർ മീ. ബസ് ഇറങ്ങിയിട്ട് പാവർട്ടിക്ക് വലിഞ്ഞു നടന്നു. വെയിലോളാണ്ടിരിക്കാനും ഫാൻസാരോ ഒന്ന് പുതിയാണ്ടിരിക്കാനും മാസ്ക് വെച്ചു. ഇതാണ് പാവർട്ടിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ബ്ലോക്ക്. ആഹാ, ഇപ്രാവശ്യം വരി കോൺവെന്റ് തൊട്ടുണ്ടല്ലോ. ഓ, നല്ല ചൂടൻ വരി. പാവർട്ടി പള്ളിയുടെ റിനോവേഷൻ നടക്കുന്ന കാരണം കുർബാനയും മറ്റു പരിപാടികളൊക്കെ പുറത്തായിരുന്നു. അത് കാരണം വരിക്ക് ഇത്തിരി വളവ് കൂടി. ദിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ദിങ്ങനെ എന്താല്ലേ ആയിസോണ്ടൊക്കെ നിരനിരന്ന് കിടക്കുക. മമ്മയാണെങ്കിൽ ബസ്സിന് ഉള്ള കാശ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഹമാരെ ഫാൻ ബോയ് ഹാത്ത് കൊണ്ട് ടാറ്റ കാണിക്കുന്നു. ഇന്നത്തെ ഐസാവന്റെ വക. ചെറുക്കണ്ട, ഓസിന് മേടിക്കുന്നത് ഒരു കലയാ. അത് ചെയ്യണതാണെങ്കിലും ഒരു കലാകാരൻ. അതിന്റെ ഇടയിൽ കണ്ണിന്റെ മുന്നിൽ കൂടെ ഭാഗ്യം വന്നു പോയി. പിന്നെ കുറച്ചേരം ഞാൻ ഈ കൊച്ചു ഒളിച്ചേക്കണ്ട് കളിച്ചു. അപ്പോഴും എനിക്കൊരു അനക്കൂല്. അതന്നെ മോനെ കമോണ്ടറ അതിന്റെ മുകളിൽ കയറിട്ട് കെട്ടി പറഞ്ഞു വീഴ്. പാവർട്ടി പള്ളിപ്പണി നടക്കുന്നുണ്ട്. ഫ്ലോറിങ്, സീലിംഗ് അങ്ങനത്തെ പണികളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു കൂപ്പൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിപ്പണിയിൽ സഹകരിക്കാൻ താല്പര്യമുള്ളവർ പാവർട്ടി ഒഫീഷ്യൽ പേജുമായിട്ട് ബന്ധപ്പെടുക. നമ്മളില്ലേ അവസാനം നമ്മളെ കള്ളാന്ന് വിളിക്കാനല്ലേ. എന്താ തിരക്ക്? കോടമാറ്റം ഉണ്ടോ അവിടെ? ചോറ് കിട്ടണവരെ കുറച്ച് വെടിയപ്പോ കാണാല്ലേ. ചേച്ചി കണ്ണു കുത്തിയെടുക്കുക കൊണ്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറും 10 മിനിറ്റിനും ശേഷമുള്ള നീണ്ട കാത്തിരിപ്പിന് വിരാമം വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൈയിടിക്കുകയും കൈയഴക നേരില്ലാത്ത കാരണവും വിശക്കണ കാരണം കൈനേരം മൂട്ടിൽ അടച്ചു. യൂത്ത് സേലത്തി മലയാറ്റൂര് കൊണ്ടുണ്ട് ഇത്ര 302 റുപ്യ. അങ്ങനെ അവസാനം ചെമന്ന വെട്ടത്തിലുള്ള പ്ലേറ്റ് കിട്ടി. ചോറ്, സാമ്പാർ, ഉപ്പേരി, അപ്പേരി, ചെത്തുമാങ്ങ, പുഞ്ചിളി, കായ, ശർക്കര, പളം, പപ്പാട്. ആഹാ, സമൃദ്ധി. കിട്ടിയ കായത്തിലും കൂട്ടിപ്പിടിച്ച ചോറ് ഞാൻ വാരിയുണ്ടു. മാതൃവേദിയും പിതൃവേദിയും ഇവിടെ മെയിൻ തോന്നുന്നു. പിന്നെ ഒരു ചെറുതടിച്ച് നേരെ പള്ളിയിലുള്ളിൽ കയറി പ്രാർത്ഥിച്ചു. കർത്താവേ, എന്നെ മാത്രം നന്നാക്കണേ, ബാക്കിയുള്ളവരൊന്നും നന്നാക്കല്ലേ എന്ന്. മൂപ്പര് കിടപ്പായ കിടക്കണം. മൂപ്പരും തൊട്ടുമുത്തിയിട്ട് നല്ല മരണം തന്നെയെന്നും പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ റവറന്റ് വികാരി ദിജോച്ചന്റെ ഫീസ്റ്റ് ആയിരുന്നേ. അപ്പൊ പിള്ളേരെയും കൂട്ടി അതൊന്ന് ആഘോഷിച്ച് നേരെ ഒരു വെള്ളിക്ക് പോയി ഊട്ട് കഴിക്കാനേ. രാത്രി ഊട്ട് ലാമരിയിലായിരുന്നു മാമോ. ഇവിടെയും നല്ല വരിയുണ്ടല്ലോ. ഇവള് ഭയങ്കര കുറുമ്പിയാട്ടാ. രാത്രിയിലും ഊട്ട് നേർച്ച കഴിക്കാൻ ഭക്തജനങ്ങളുടെ തിരക്കിനൊരു കുറവില്ല. ഭാഗ്യണ്ട്, ഇവിടെ ഒരു 1/2 മണിക്കൂർ നിന്നപ്പോ ഇവിടുന്ന് ചോറ് കിട്ടി. പച്ച ഷർട്ടിട്ട ചേട്ടൻ പച്ചല ഇവിടുന്ന് വെച്ചു. വെള്ള ഷർട്ടിട്ട ചേട്ടൻ വെള്ള ചോറ് തന്നു. കൊള്ളാലുകളി അടുത്ത് പോരട്ടെ. സാമ്പാറിൽ പോയി കറുപ്പായിട്ടാ. പോട്ടെ, ഇതൊരു നേർച്ച വിട്ടല്ലേ. നമ്മുടെ ഒരു ആധാരകനാട്ടാ. ഒന്ന് വയറിലാക്കാൻ പറഞ്ഞല്ലേ, വയറിലാക്കാൻ പറഞ്ഞേ. ഈ വരയൻ ചേട്ടൻ പപ്പടം ഒരെണ്ണം തന്നുള്ളല്ലോ. സെഡായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവൻ വന്നില്ലായിരുന്നെങ്കിലോ? ഈ കുടത്തിൽ ആര് വെള്ളം നിറയ്ക്കും? ദൈവമുണ്ട്. സൈക്കിൾ പ്യൂർ അഗർബത്തികൾ. ഈ ചെക്കൻ്റെ നോട്ടത്ര ശരിയല്ലല്ലോ. ഞാൻ അവന്റെ ചോറാണോ ഇനി ഉണ്ണണേ? ചോറും കൂട്ടാൻ ഒറ്റയ്ക്കോളും ഈ ചേട്ടൻ മാസ്കായി. ചോറ് വന്നപ്പോ പിന്നെയും പപ്പടം കഴിഞ്ഞു. അടുത്ത പപ്പടം ആര് കൊടുന്നു തരുന്നു വിചാരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെയും ദൈവമുണ്ട്. ചോറ് ആരുണ്ട് പായസം കുടിക്കാൻ നോക്കുമ്പോഴത്തേക്കും പായസം കഴിഞ്ഞു. അപ്പൊ ചെമ്പും അടിച്ച് നോക്കി ഞങ്ങൾ പോയിട്ടാ. ബൈ.